ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ്. കരള് നമുക്കറിയാം, നമ്മുടെ പല തരത്തിലുള്ള ഫങ്ഷൻസ് നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു സാധനമാണ് കരള്. നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കുറേ എൻസൈംസിനെ ഉണ്ടാക്കുക, നമ്മുടെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ബോഡിയിൽ വേണ്ട പലതരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസിന് വേണ്ട എൻസൈംസ് ഉണ്ടാക്കി അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക. അങ്ങനെ കരളിന് കുറേ അധികം ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് കരൾ. നമ്മൾ സാധാരണ പക്ഷേ കരളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന എപ്പോഴും നമ്മൾ എന്താ പറയുക, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കരളിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? നമുക്ക് സാധാരണ കരളിന് അറിയാവുന്ന രോഗങ്ങളിൽ ഒന്നാണ് മഞ്ഞപ്പിത്തം. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ കരളിന് വരുന്ന രോഗങ്ങൾ ഒരു റേഞ്ച് ഓഫ് ഡിസീസസ് ഉണ്ട്. പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതായത് സിമ്പിളായിട്ട് വരാവുന്ന ഹെപ്പറ്റൈറ്റിസ്, കരളിൽ വരുന്ന ചെറിയൊരു ഇൻഫെക്ഷൻ ആവാം. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഇങ്ങനെ പറഞ്ഞ് ഒരു റേഞ്ച് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ടുവരുന്നതുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസിൽ തുടങ്ങി അത് ചിലപ്പോൾ അത് താനെ അതങ്ങ് റിസോൾവ് ചെയ്ത് പോകും. ചിലപ്പോൾ അങ്ങനെയല്ല, ആ ഇൻഫെക്ഷൻ ക്രോണിക്കായിട്ട് നിന്നിട്ട് അതൊരു സിറോസിസ് പോലത്തെ ഒരു കണ്ടീഷനിലേക്ക് വരും. സിറോസിസ് പോലത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊരു ഫാറ്റി ഡീജനറേഷനുള്ള കണ്ടീഷൻ. നമ്മൾ ഫാറ്റി ലിവർ മിക്കവരും സ്കാൻ ചെയ്യും. സാധാരണ എബ്ഡമൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പറയും ഡോക്ടറെ ലിവറിൽ ഫാറ്റ് ഉണ്ട്, ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ്, പക്ഷെ അത് റിവേഴ്സിബിൾ ചേഞ്ചാണ്. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ തിരിച്ച് ലിവറിന് നോർമൽ ആകാൻ പറ്റും. അത് കഴിഞ്ഞുള്ളൊരു ചേഞ്ചാണ് സിറോസിസ്. അത് കഴിഞ്ഞും ലിവറിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് സിറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ അവിടെ നിന്ന് സിറോട്ടിക് ലിവർ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളൊരു കണ്ടീഷനാണ്. അവിടെ നിന്ന് ആ ഭാഗം, ലിവറിൽ ഏത് ഭാഗത്താണോ സിറോസിസ് വന്നത് ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നെക്രോട്ടിക് ആയി പോവുകയോ ചെയ്യണത്. അപ്പോൾ ഇത്തരത്തിലാണ് ലിവറിൽ വരുന്ന ഓരോ പെത്തോളജീസ്. പക്ഷേ എല്ലാ പെത്തോളജീസിനും കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു പൊതുവായ കുറേ ലക്ഷണങ്ങൾ ഒരു കരളിന് അസുഖം വന്നാൽ ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു സിറോസിസോ അല്ലെങ്കിൽ നെക്രോസിസിൻ്റെ സ്റ്റേജിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി, ഡോണറിനെ തിരക്കുക, ഒരു സർജറി പ്ലാൻ ഔട്ട് ചെയ്യുക. ലക്ഷക്കണക്കിനാണ് അതിൻ്റെ ഒരു എന്താ പറയുക ചിലവുകൾ പറയാറുള്ളത്. മാത്രവുമല്ല അതിൻ്റെ സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സർജറി കഴിഞ്ഞ ആ ഒരു വ്യക്തിയുടെ ജീവിതം എന്നും ഒരു അസുഖക്കാരൻ്റെ ജീവിതം പോലെ തന്നെയായിരിക്കും. ലിവർ ഡൊണേറ്റ് ചെയ്യണ ആളും ലിവർ റിസീവ് ചെയ്യണ ആളും രണ്ടുപേരും പല കാര്യങ്ങൾ കുറേ അധികം സൂക്ഷിച്ച് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അപ്പം ഇത്തരത്തിലുള്ള റിസ്കുകളിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലിവർ നമുക്ക് കുറച്ച് ഇൻഡിക്കേഷൻസ്, കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ ലക്ഷണങ്ങളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ആദ്യമായിട്ട് നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം അറിയുന്ന, നമുക്കറിയാം ജോണ്ടിസ്, കുട്ടിക്കാലത്തെ പറയുമല്ലേ മഞ്ഞപ്പിത്തം. ലിവറിന് ഒരു ചെറിയ പ്രശ്നം വന്നു, ലിവറിൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ലിവറിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് അത്. ലിവർ പുറന്തള്ളപ്പെടുന്നതിന് പകരം ബ്ലഡിൽ മിക്സ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മഞ്ഞപ്പിത്തം അല്ലേ, നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം യൂറിനിൽ കളർ, ഈ പറയുന്ന പിഗ്മെൻസിൻ്റെ എമൗണ്ട് കൂടുകയും മഞ്ഞ കളറിലായിട്ട് യൂറിൻ പോവുകയും നമ്മുടെ യെല്ലോ ഡിസ്കളറേഷൻ നമ്മുടെ കണ്ണുകളിലും ഒക്കെ വന്നു തുടങ്ങിയും. അപ്പോൾ മഞ്ഞപ്പിത്തമാണ് ലിവറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ലക്ഷണങ്ങളുടെ ഒരു കൂമ്പാരം. അപ്പോൾ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് തോന്നില്ല, വിശപ്പില്ലായ്മ വരും, വല്ലാതെ ക്ഷീണവും തളർച്ചയും, ചിലവർക്ക് തലവേദനയും തലകറക്കവും, ആ ഒരു സ്റ്റേജ് വരെയൊക്കെ മഞ്ഞപ്പിത്തം വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവാം. പിന്നെ ലിവറിന് പിന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു സിംറ്റം എന്ന് വെച്ചാൽ സ്കിന്നിനൊരു ചൊറിച്ചിലാണ്. മഞ്ഞപ്പിത്തം വന്നു, അത് കഴിഞ്ഞ് സ്കിന്നിന് ചൊറിച്ചിൽ വരുന്നു, പൊട്ടുന്നു. അപ്പോൾ ഇതൊക്കെ ലിവറിൽ ഒരു അസുഖം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഫീച്ചേഴ്സാണ്. പിന്നെ നമുക്ക് ഒരു ഓക്കാനം, ഛർദി, അല്ലെങ്കിൽ നമുക്ക് ഒരു സുഖമില്ലെന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതും ഒരു വല്ലായ്മ തോന്നുക, ആ ഒരു ഫീലിങ്ങും ലിവർ ഡിസീസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഒരാൾക്ക് കാണുന്നത്, പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഒരു ദിവസം വിശപ്പില്ല, അടുത്ത ദിവസം ആകുമ്പോൾ ഒരു ഛർദിൽ പറയുന്നു, അല്ലെങ്കിൽ ഒരു തളർച്ച പറയുന്നു, ഒരു ഓക്കാനം പറയുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ വയറ്റിൽ നിന്ന് പോകുന്നത്, ഇപ്പം ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ഒരു ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മലബന്ധമായിരിക്കും ഉണ്ടാവുക. പക്ഷേ മിക്കവരിലും ഉണ്ടാവുക വയറിളക്കം ഉണ്ടാവും, പെയിൽ സ്റ്റൂൾസ് ആയിരിക്കും, അതായത് മഞ്ഞ കളറ് അതിൽ കാണില്ല, ഒന്നെങ്കിൽ ആഷി സ്റ്റൂൾസ് എന്ന് പറയും, ഒരു ചാര കളറിൽ മലം പോവുക, ദഹിക്കാതെ പോവുക. അപ്പോൾ ഇതൊക്കെ ലിവർ ഡിസീസിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ ഒരു സ്പൈഡർ നെവി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് വയറിലും അല്ലെങ്കിൽ തുടകളിലൊക്കെ ചെറിയ ഒരു ചെട്ടിയാൻ അല്ലെങ്കിൽ എട്ടുകാലി ഇരിക്കുന്ന പോലെ ചെറിയ ചെറിയ ഞരമ്പുകൾ പൊങ്ങിയിരിക്കുക. അപ്പോൾ ഇതും ലിവർ ഡിസീസിൻ്റെ ഒരു ലക്ഷണമാണ്. അത് അമിതമായി കാണുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അക്കൂടാതെ
അസുഖം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈവെള്ളകൾ ഒക്കെ വല്ലാണ്ട് ചുമന്ന് വരികയും പിന്നെ പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഒരു കരിനീലിച്ച് വരിക, ഇതൊക്കെ ലിവർ ഡിസീസിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ വക സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മളിൽ കാണുകയാണെങ്കിൽ നമുക്ക് സംശയിക്കാം നമുക്കൊരു ലിവർ ഡിസീസ് അല്ലെങ്കിൽ നമുക്ക് കരൾ രോഗമുണ്ടോ എന്ന് സംശയിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് സ്ഥിരീകരിക്കുക? അപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്കൊരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞ് ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് തരും. അപ്പം ഈ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റാണ്, സാധാരണ എല്ലാ ലാബുകളിലും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമ്മുടെ ബ്ലഡ് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അവർ ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലിവറിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ എന്നറിഞ്ഞ് അത് നമ്മളെ അറിയിക്കുകയും അതിന് പിന്നെ നമ്മൾ തക്കതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. പലപ്പോഴും ഈ സിംറ്റംസിൻ്റെ തുടക്കത്തിൽ ചിലർ പോയി സ്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാം. ചിലപ്പോൾ ആക്സിഡൻ്റലി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ലിവറിലൊരു തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ USG ചെയ്യും, അൾട്രാസോണോഗ്രഫി ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന സ്കാൻ എന്ന് വെച്ചാൽ CT സ്കാനാണ്. അപ്പോൾ ലിവറിൽ ഒരു എൻലാർജ്മെൻ്റ് ഉണ്ട്. പിന്നെ ലിവറിൻ്റെ ഒരു ഏരിയ നമുക്കറിയാമല്ലോ, നമ്മുടെ റൈറ്റ് സൈഡിൽ തൊട്ട് ലെഫ്റ്റ് അങ്ങേ അറ്റം വരെ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ലോബ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തൊരു വേദന, ഒരു ഡള്ളായിട്ടുള്ളൊരു വേദന വരിക, ഞെക്കുമ്പോൾ അവിടെ ഒരു വേദന ഫീൽ ചെയ്യുക, ഇതൊക്കെ ലിവർ ഡിസീസിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണം നമ്മളിലോ നമ്മളുടെ ഒറ്റവരിലോ കാണപ്പെടുവാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്, അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അത് എന്താണ് എന്ന് അറിയാനായിട്ട് നമ്മളൊരു ഡോക്ടറെ തന്നെ കാണണം. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ പനിയും കണ്ടെന്നിരിക്കുക. അപ്പോൾ പനിയുടെ ലക്ഷണമാണ് ഇതെല്ലാം എന്ന് വിചാരിക്കരുത്. അത് ചിലപ്പം സിമ്പിളായിട്ടുള്ളൊരു മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലിവർ ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. സോ ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുകയും വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത്.